കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥിയായി VM വിനുവിനെ സംവിധായകൻ VM വിനുവിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ഒരു പുതിയ ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എനിക്ക് വളരെ സന്തോഷം തോന്നി. തികച്ചും യാദൃച്ഛികമായിട്ടാണ് ഇങ്ങനെ ഒരു അവസരം എനിക്ക് വന്നത്. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ. പക്ഷേ എന്നെ എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോൾ കുറച്ച് ഇരുന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി ഇത് ആവശ്യമാണെന്ന് തോന്നി. കാരണം നമ്മളെ കോഴിക്കോട് നഗരം എന്ന് പറയാൻ ഞാൻ ജനിച്ചു വളർന്ന നഗരമാണ്. അപ്പോൾ അവിടെ എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ കോഴിക്കോട് എന്ന് പറയുന്നത്. അത് ഒരു ഡെവലപ്മെൻറ്റും ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്കൊരു സാംസ്കാരിക നഗരം എന്നുള്ള പേര് മാത്രമേ ഇതുള്ളൂ. പേരിലൊതുങ്ങി ഒരു ഡെവലപ്മെൻറ്റും കുറേ വർഷങ്ങളായിട്ട് ഇവിടെ നടക്കുന്നില്ലെന്ന് എനിക്ക് വ്യക്തമായി കാണാൻ മനസ്സിലാക്കാൻ കഴിയും. എൻ്റെ സ്നേഹിതരായാലും അല്ലാത്തവരുടെ അഭിപ്രായത്തിൽ തന്നെ ഇത് കോഴിക്കോടിനൊരു മാറ്റം, കോഴിക്കോട് നഗരത്തിൻ്റെ വികസനത്തിൽ ഒരു മാറ്റം അത്യാവശ്യമാണെന്ന് എല്ലാവരും പറയാം. അത് എനിക്കും തോന്നിയതാണ്. അപ്പോൾ ഈ ഒരു ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഒരു ഭരണം കോഴിക്കോടിന് കിട്ടിക്കഴിഞ്ഞാൽ, കോർപ്പറേഷന് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും കോഴിക്കോട് നഗരത്തിൻ്റെ ഡെവലപ്മെൻറ്റ് വികസനമായിരിക്കും എൻ്റെ ലക്ഷ്യം. താങ്കളുടെ സിനിമയിൽ എപ്പോഴും കോഴിക്കോടിനെ ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തിയാണ്. കോഴിക്കോട് കല്ലായി ഒരു ഐക്കോണിക് ആയ ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ കല്ലായി വാർഡിൽ മത്സരിക്കുമ്പോൾ കല്ലായിൽ കുറേ മാറ്റങ്ങൾ കൊണ്ടുവരാനുണ്ടോ? തീർച്ചയായിട്ടും കല്ലായി പുഴ തന്നെയാണ് ഏറ്റവും വലിയ കാര്യങ്ങൾ. കാരണം അവിടുത്തെ വികസനം എന്ന് പറഞ്ഞാൽ അവിടെ റോഡിൻ്റെ കാര്യങ്ങളിലൊക്കെ തന്നെ വികസനം ആവശ്യമാണ് കല്ലായിൽ. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ കല്ലായി പുഴ എന്നത് ഏറ്റവും മനോഹരിയായിരിക്കുന്ന ഒരു പുഴയായിരുന്നു കല്ലായി പുഴ. അത് ആകെ ഇപ്പോൾ വരണ്ട് മലിനീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് കല്ലായിപ്പുഴയുടെ അവസ്ഥ. അത് തീർച്ചയായും മാറ്റം വേണം. കാരണം ഞാനും അതിൻ്റെ കല്ലായിപ്പുഴ സംരക്ഷണ സമിതിയിലൊക്കെ പല വിഷയങ്ങളും ഞാനും കൂടി ചേർന്നവനാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മളുടെ UDF ഭരണം കിട്ടിക്കഴിഞ്ഞാൽ കല്ലായിലെ ഒരു കാൻഡിഡേറ്റ് എന്ന രീതിയിൽ തന്നെ ഞാൻ കല്ലായിപ്പുഴയുടെ വീഥികളും കല്ലായിപ്പുഴയുടെ വികസനത്തിന് വേണ്ടി ഞാൻ തീർച്ചയായിട്ടും പ്രാധാന്യം നൽകുന്നത് ഉറപ്പാണ്. കല്ലായിക്ക് പുറമേ കോഴിക്കോടിനാകെ ഒരു മാറ്റം കൊണ്ടുവരേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും മൊത്തം നഗരത്തിൽ, ഒരു പഞ്ചായത്ത് അടിസ്ഥാനത്തിലായാലും നഗരത്തിൻ്റെ അടിസ്ഥാനത്തിലായാലും എല്ലാം തന്നെ വലിയൊരു മാറ്റം. കാരണം ഞാൻ പറഞ്ഞില്ല, ഒരു വളർച്ചയില്ലാത്ത അവസ്ഥയിലാണ് കോഴിക്കോട് ഇപ്പം നിലനിൽക്കുന്നത്. അതിനൊരു മാറ്റം വരണം. അപ്പോൾ അതിൻ്റെ ഒരു വികസനത്തിന് വേണ്ടിയായിരിക്കും ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു ശ്രമം എന്നുള്ളതാണ്. എല്ലാവരും പറയുന്ന ഒരു കാര്യം കോൺഗ്രസിൻ്റെ മേയർ സ്ഥാനാർത്ഥിയാണെന്നുള്ളതാണ്. അങ്ങനെ എന്തെങ്കിലും വിവരമുണ്ടോ? ഞാൻ ഈ ഒന്നാം രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് ഒരു സ്ഥാനത്തിന് എനിക്ക് മോഹമില്ല. കാരണം എന്നെ ജയിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനങ്ങളുടെ പ്രതിനിധി എന്ന രീതിയിൽ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുകയും അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. അതിലൊരു സ്ഥാനമാനങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നേ ഇല്ല. എങ്ങനെയായിരിക്കും ഒരു പ്രചരണമൊക്കെ പ്രത്യേകിച്ചും? കാരണം അത് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ടൈമിൽ എൻ്റെ എൻട്രിയാണ്. സിനിമയെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും. ഇതിപ്പോൾ DCC ഭാരവാഹികൾ ഇപ്പോൾ പ്രവീണൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ രാഘവേട്ടനുണ്ട്, അല്ല പിന്നെ രമേഷ് ജി ഉണ്ട്. അവരെന്തൊക്കെയാണ് തീരുമാനിക്കുന്നത് അതിൽ ഞാൻ ഉൾപ്പെട്ടുകൊണ്ട് അവരുടെ തീരുമാനപ്രകാരമായിരിക്കും ഞാൻ മുന്നോട്ട് നീങ്ങുന്നത്. തീർച്ചയായും VM വിനു തന്നെയാണ് കോൺഗ്രസിൻ്റെ കല്ലായി വാർഡിൽ നിന്നും മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അടുത്ത ദിവസം തന്നെ പ്രചരണം ആരംഭിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു. ക്യാമറ പേഴ്സൺ ഷബീർ കല്ലിനൊപ്പം നന്ദഗോപാൽ, മീഡിയ 1 കോഴിക്കോട്.